അങ്ങനെ രാവിലെ തന്നെ പൊയില് ചാട്ടൊക്കെ കഴിഞ്ഞ് പെരയിലെത്തിയപ്പോഴാണ് ചായയും കടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കടയിൽ പോയിട്ട് 3-4 നൂഡിൽസും പാക്കറ്റ് എടുത്തു പോകുന്നു. പിന്നെ അതിന്റെ കുക്കിംഗ് അതിന്റെ പരിപാടി. പിന്നെ ആ കുക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മളതാണ് തിന്നു. എന്താ ടേസ്റ്റ് അറിയാം, നമ്മൾ ഉണ്ടാക്കിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്കണം. ഉച്ചയപ്പോ നല്ല ചോറും കൂട്ടാനൊക്കെ തിന്നു. പാത്രത്തിന്റെ സൈഡ് കൂടെ മുഴുവൻ കൂട്ടാനായതുകൊണ്ട് തന്നെ കയ്യൊക്കെ സ്ഥലമല്ലായിരുന്നു. അത് തിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെക്കന്മാർ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ചെക്കന്മാരായതുകൊണ്ട് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ കടമയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു കച്ചവടം ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങി. ഓനും ഹാപ്പി, നമ്മളും ഹാപ്പി, നമ്മളെ കുട്ടികളും ഹാപ്പി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആക്കേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി നമ്മൾ പെരീക്ക് വന്നപ്പോഴാണ് ഇവൻ ഇവിടെ കുത്തി പൊടിച്ചിട്ടുണ്ട്. മറ്റോനെ വാങ്ങി കൊടുത്ത പടക്കം ഇവൻ കുത്തി പൊടിച്ചാണ്. എന്തായാലും ഓന്റെ കുട്ടി തരാം. പിന്നെ അവിടുന്ന് ഓനെ വണ്ടിമൊക്കെ വലിച്ചിട്ട് കണ്ടി നമ്മൾ നേരെ കടയിൽ പോയി. ഇടയ്ക്കര കടയിൽ പോയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഓരോ റെഡ് ബുള്ളിന് ചെറിയ പെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിന് റെഡ് ബുൾ എടുത്തിട്ട് നമ്മൾ നേരെ പോകും. അങ്ങനെ റെഡ് ബുള്ളും കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മളോട് പറഞ്ഞത് കുറച്ച് സാധനങ്ങൾ വിൽക്കാണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പയതും കടയൊക്കെ പോയി. അങ്ങനെ പയതും കടയിൽ നിന്ന് വിറ്റ പൈസ കൊണ്ട് നമ്മൾ നേരെ ചായ അടിച്ചാൻ പോയി. ചായ കടയിൽ പോയപ്പോൾ ചെറിയ കടികളൊന്നും ഇല്ല, ആകെയുള്ള ഉള്ളിവട മാത്രമാണ്. പിന്നെ അങ്ങനെ ഉള്ളിവടയും കടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ക്യാരി പ്രശ്നം 1-2 സാധനങ്ങൾ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് എന്താ എടുക്കേണ്ടത് മനസ്സിലാവണം. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നു അവസാനം 1-2 സാധനങ്ങൾ എടുത്ത് നമ്മൾ നേരെ പെരീക്ക് വിട്ടു. എന്നായിക്കോട്ടെ.